ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്. മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. ചേലക്കര കിള്ളിമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ അക്കാഡമിക് ബ്ലോക്ക് നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാകും. MLA UR പ്രദീപിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. കിള്ളിമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാകുമെന്ന് UR പ്രദീപ് MLA അറിയിച്ചു. കെട്ടിട നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 8.29 കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 2018 നിർമ്മാണാനുമതി ലഭിച്ച ഈ പദ്ധതിയുടെ 90% ജോലികളും ഇതിനോടകം പൂർത്തിയായി. ഡിസംബറോടെ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്ന് നിർമ്മാണ ചുമതലയുള്ള കിറ്റ്കോയുടെ സൈറ്റ് എഞ്ചിനീയർ സബിത്ത് അറിയിച്ചു. കൂടാതെ 1.52 കോടി രൂപ ചെലവിൽ പെൺകുട്ടികൾക്കായി ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിനായി PWD ആർക്കിടെക്ചറൽ വിഭാഗത്തിൽ നിന്നുള്ള ഫൈനൽ ഡ്രോയിംഗ് പ്ലാൻ ലഭിച്ചാലുടൻ ടെൻഡർ ചെയ്ത് പണി ആരംഭിക്കുമെന്ന് MLA UR പ്രദീപ് പറഞ്ഞു. 2018-19 സമയത്ത് ഗവൺമെൻറ് സഹായത്തോടു കൂടി നമ്മുടെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ കിള്ളിമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നമുക്ക് ഇവിടെ ആവശ്യമായ കുട്ടികൾക്ക് അക്കാദമിക് ബ്ലോക്ക് പണിയാനും തൊട്ടപ്പുറത്ത് ലേഡീസ് ഹോസ്റ്റൽ പണിയാനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു റിവ്യൂ നടത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണെങ്കിൽ ഈ ഭൂമിയുടെ കിടപ്പനുസരിച്ച് ധാരാളം പാറയും എല്ലാം ഉള്ള പ്രദേശമായതുകൊണ്ട് അതിൻ്റെ ഓരോന്നും നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് ചെയ്ത് വേണം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഏതായാലും ബിൽഡിങ്ങിൻ്റെ ഏതാണ്ട് ഒരു 80% പണി ഇതിൻ്റെ മൊത്തം പ്രൊജക്റ്റിൻ്റെ ആയിട്ടുണ്ട്. കെട്ടിടത്തിൽ മാത്രം പരിശോധിച്ചാൽ 90% പണി ആയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇന്ന് വിലയിരുത്തലനുസരിച്ച് നമുക്ക് ഡിസംബർ 15 കൂടി ഇതിൻ്റെ പൂർണ്ണമായ വർക്ക് പൂർത്തീകരിച്ച് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഇത്തരം പാറകളെല്ലാം പൊട്ടിക്കാനും അത് നീക്കം ചെയ്യാനും ഇതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമത്തിൻ്റെ ഭാഗമായി അല്പം കാലതാമസം വരുന്നതാണ്. പണി അതിവേഗത്തിൽ വളരെ സ്പീഡായിട്ടാണ് കിഫ്ബി നേതൃത്വം കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിറ്റ്കോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഏകദേശം എന്ത് തടസ്സമുണ്ടോ 15-ാം തീയതിക്ക് ശേഷം നിയമസഭ 15-ാം തീയതി മുതൽ തുടങ്ങാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വല്ല കാലതാമസം ഉണ്ടോ ഇല്ലയോ എന്നൊരു പരിശോധന നടത്തി തിരുവനന്തപുരത്ത് അവിടെ വെച്ച് എല്ലാവരും ഒരുമിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് ഇത് യോഗം കൂടി വല്ല കാലതാമസം ഉണ്ടാണെങ്കിൽ അവിടെ വെച്ച് നമുക്കതിൻ്റെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പരിശോധിക്കാൻ വേണ്ടി ഇന്ന് ഇവിടെ യോഗം ചേർന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് കണ്ടപ്പോൾ ഈ പണിയും കൂടെ നോക്കി പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഏകദേശം ബിൽഡിങ്ങിൻ്റെ 90% വർക്കും ആയിട്ടുണ്ട്. മൊത്തത്തിൽ മറ്റു കല്ലുകൾ നീക്കം ചെയ്താൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഡിസംബർ 22 കൂടി പൂർണ്ണമായും ഇതിൻ്റെ പൂർത്തീകരിച്ച് കുട്ടികൾക്ക് തുറന്നു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കിത്തരാം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ വർക്ക് അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിവരം ഇല്ല. ലേഡീസ് ഹോസ്റ്റലിൽ ഇനി അതിൻ്റെ കുറച്ചുകൂടി നടപടിക്രമമുണ്ട്. ഇപ്പോൾ അക്കാദമിക് ബ്ലോക്കിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ലേഡീസ് ഹോസ്റ്റലിൽ ഇനി അതിൻ്റെ 2-3 നടപടിക്രമം കഴിഞ്ഞാലാണ് അതിൻ്റെ ഇത് നടക്കുകയുള്ളൂ. എന്നാലും അതിൻ്റെ ഒരുക്കങ്ങൾ ആയിട്ടുണ്ട്. ഏതായാലും അതും ആവും വേഗത്തിൽ തുടങ്ങി വയ്ക്കാനുള്ള ഏർപ്പാട് നമ്മളൊപ്പം തന്നെ ഉണ്ടാവും. സെപ്റ്റംബർ 9 കോളേജിൽ ചേർന്ന അവലോകന യോഗത്തിൽ പ്രിൻസിപ്പൽ ബ്ലൂമി ജോസഫ്, കിറ്റ്കോ സൈറ്റ് ഇൻചാർജ് സബിത്ത്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഷിജു, കോൺട്രാക്ടർ പ്രതിഭ, ഡെവലപ്പേഴ്സിന്റെ പ്രൊജക്ട് മാനേജർ മുഹമ്മദ് അഷ്റഫ്, PTA വൈസ് പ്രസിഡന്റ് ഷാനി എന്നിവരും പങ്കെടുത്തു.